കേരളത്തിലെ ആരോഗ്യ മേഖല ആകെ തകിടം മറിഞ്ഞിരിക്കുന്നു. ആശുപത്രികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനിഷ്ട സംഭവങ്ങൾ നിരവധിയാണ്. ഇപ്പോഴിതാ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റിരിക്കുന്നു. സംഭവത്തിൽ പ്രതിഷേധം കനക്കുകയാണ്. തന്റെ മകളുടെ മരണകാരണം എന്താണെന്ന് ആശുപത്രി അധികൃതർ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല എന്നതാണ് ആക്രമണത്തിന് പിന്നിലെ കാരണമായി സനൂപ് പറയുന്നത്. തന്റെ കുഞ്ഞിന് മതിയായ ചികിത്സ ലഭിക്കാത്തതിനാലാണ് മരണം സംഭവിച്ചതെന്ന് നേരത്തെ തന്നെ കുടുംബം പരാതി ഉന്നയിച്ച സ്ഥിതിയുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ പ്രതികരിക്കാൻ മതിയായ മറുപടി നൽകാൻ ആശുപത്രിയിൽ അധികൃതർ തയ്യാറായില്ല എന്നതാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. തന്റെ മകളെ കൊന്നവനല്ലേ എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു സനൂപ് ഇത്തരമൊരു ആക്രമണം നടത്തിയത്. കത്രിക മറന്നുവെക്കുന്നവനും കൈ മുറിച്ച് കളയുന്നവരുമായ ഡോക്ടർമാരുള്ള ആശുപത്രികളെ ജനങ്ങൾ ഭയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയമാണ് ഉയരുന്നത്. തന്റെ മകൾ മരണപ്പെട്ടത് ഡോക്ടറുടെ പ്രവൃത്തിയിലൂടെയാണെന്ന ധാരണയാകാം ഒരുപക്ഷെ ഇത്തരമൊരു ആക്രമണത്തിന് കാരണമായിരിക്കുന്നത്. ഡോക്ടർക്കെതിരെയുള്ള ആക്രമണം ഞെട്ടിപ്പിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോഴും കേരളത്തിൽ നടക്കുന്ന അരുതാത്ത പ്രവൃത്തികൾ എന്തെല്ലാമെന്നത് ചിന്തിക്കേണ്ടതുണ്ട്. ഒരു ഡോക്ടർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് പലപ്പോഴും മറ്റുള്ള നിരപരാധികളായ ഡോക്ടർമാർ കൂടിയാണെന്നത് ദയനീയമാണ്. എവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത്. മറ്റാരെയോ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചെങ്കിലും ആള് മാറി. വെട്ടേറ്റത് യുവ ഡോക്ടർക്കാണ്. കേരളത്തിലെ ഡോക്ടർമാരെ ജനങ്ങൾ ഭീതിയോടെ കാണുന്നു എന്നതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഈ അനിഷ്ട സംഭവം സൂചിപ്പിക്കുന്നത്. നിയമം അപ്രാപ്യമാകുമ്പോൾ ജനങ്ങൾ അത് കയ്യിലെടുക്കുമെന്നത് സത്യമാണ്. ഡോക്ടർമാർ ദൈവങ്ങളല്ല എന്നുണ്ടെങ്കിൽ കൂടി അവർ തങ്ങളുടെ കർമ്മബോധത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഈ മനോഭാവം ഇല്ലാത്തത് തന്നെയാണ് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. മന്ത്രിമാർ ആരോഗ്യരംഗത്തെ വീഴ്ചകൾ ഒറ്റപ്പെട്ടതായി നിസ്സാരവൽക്കരിക്കുന്നത് തന്നെയാണ് ജനങ്ങളിൽ ഇത്തരമൊരു ആക്രമണ മനോഭാവം വളർത്തുന്നതും. ആരോഗ്യരംഗം വികസിക്കുന്നു എന്ന് പറയുമ്പോഴും രോഗികൾക്ക് നീതി ലഭിക്കാത്ത സ്ഥിതിയിലൂടെയാണ് കേരളം മുന്നോട്ട് പോകുന്നത്. ജോലി എന്നത് ശമ്പളത്തിനപ്പുറം ഒരു സേവനമായി കരുതാനുള്ള മനോഭാവം കൂടി ഡോക്ടർമാരിൽ ഉണ്ടാകേണ്ടതുണ്ട്. വീഴ്ചകൾ ഡോക്ടർമാരുടെ ഭാഗത്ത് മാത്രമല്ല, അവർക്ക് മതിയായ ഉപകരണങ്ങളോ ആവശ്യ വസ്തുക്കളോ ലഭ്യമാകാതെയുള്ള ചികിത്സാ രീതികൾ രോഗികളിൽ പ്രതികൂലമായ ഫലങ്ങൾ തന്നെയാണ് ഉണ്ടാക്കാനിടയുള്ളത്. ചിലരുടെ തെറ്റുകൾക്ക് പലപ്പോഴും ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് മറ്റു ചിലരാണ്. അത് അങ്ങേയറ്റം ദയനീയവുമാണ്. നിയമത്തിൽ നിന്ന് നീതി ലഭിക്കാതെ വരുമ്പോൾ ജനങ്ങൾ അക്രമം അഴിച്ചുവിടുന്ന അവസ്ഥ അങ്ങേയറ്റം ഭയാനകരമാണ്. ഒരു തെറ്റും ചെയ്യാതെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന വന്ദന ദാസിനെ ഈ നിമിഷം ഓർത്തു പോകുന്നു. ആരോഗ്യരംഗത്തെ വികസനത്തെ പറ്റി നാഴികക്ക് 40 വട്ടം പറയുന്ന ആരോഗ്യമന്ത്രി ഡോക്ടർമാർക്കും രോഗികൾക്കും വേണ്ട കരുതലും സുരക്ഷയും നൽകിയെങ്കിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ എന്നേ ഒഴിവാക്കാമായിരുന്നു.